ഏത് മേഖലയിൽ ഇറങ്ങിയാലും ലക്ഷ്മി ക്രിട്ടിസൈസ് ചെയ്യും. സിനിമയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും അങ്ങനെ അങ്ങ് പറയാം. എന്നാലും ഒരു ഭർത്താവ് ചെയ്യില്ലേ മോളെ? ഇതുപോലെ ഈ ഭാര്യമാരെ ഇപ്പൊ താള് കൂടുന്ന വേദിയിൽ വെച്ച് വായ്ത്തോന്നിയാസം വിളിച്ച് പറയുക, ഇൻസൾട്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്തോ മഹത്തരമായ കാര്യമാണെന്ന് വിചാരിക്കുന്ന ചില അലവലാതി ഭർത്താക്കന്മാരുണ്ട്. സ്വന്തം ഭാര്യമാരെ ഇങ്ങനെ കൊണ്ടിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്യുന്നവന്മാര് നമ്മളെ ഭരിക്കുന്ന ഒരാളായിട്ട് വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ആദ്യം സ്വന്തം കുടുംബം നന്നാക്കണം, എന്നിട്ട് വേണം നാടിനെ നന്നാക്കാൻ, അല്ലേ? അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് അഖിൽമാരെ കുറിച്ചാണ്. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് ആനീസ് കിച്ചൺ എന്ന് പറയുന്ന പ്രോഗ്രാമില് ആനി ചേച്ചി നമുക്ക് എല്ലാവർക്കും അറിയാം, ആളൊരു സർട്ടിഫൈഡ് കുലസ്ത്രീയാണ്. അപ്പൊ വരുമ്പോ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഇന്ന് ആനി ചേച്ചി വ്യത്യസ്തമായിട്ട് അഖിൽ മാരാറിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ആ ഭാര്യ ഇരുത്തിക്കൊണ്ട് എന്താണ് പറഞ്ഞതെന്ന് ആദ്യം നമുക്ക് കേൾക്കാം. കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പൊ ഏത് മേഖലയിൽ ഇറങ്ങിയാലും ലക്ഷ്മി ക്രിട്ടിസൈസ് ചെയ്യും. സിനിമയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും അറിയണ്ടേ? അങ്ങനെ അങ്ങ് പറയാം. എന്നാലും ഒരു ഭർത്താവ് ചെയ്യില്ലേ മോളെ? ചേച്ചി ചുമ്മാ വായി തോന്നിയ ഒരു അഭിപ്രായം. ജഗദീഷേട്ടൻ പഴയ പടത്തിൽ നിന്നോട് അഭിപ്രായം ചോദിച്ചു, വായി തോന്നിയ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചാൽ വായി തോന്നിയ അഭിപ്രായം ജഗദീഷ് ഏട്ടൻ പണ്ടത്തെ സിനിമയിൽ പറയും പോലെ വായി തോന്നിയ അഭിപ്രായം പറയും എന്നാണ് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കാൻ പോകുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ പോയി ബിഗ് ബോസ് ഷോയിൽ പോകുന്നതിനേക്കാളും നല്ലത് ലുലു മാളിന്റെ മുമ്പിൽ പോയി മുണ്ട് പൊക്കി കാണിക്കുന്നതാണ്. ഇതിലും എത്രയോ ഭേദം ആ വൃത്തികെട്ട പരിപാടിയിൽ ഞാൻ പോകൂല എന്ന് പറഞ്ഞിട്ട് അതേ ബിഗ് ബോസ് ഷോയിൽ പോയി കപ്പടിച്ച് സ്വന്തം വാക്ക് നിലനിർത്തിയ സൽപുത്രനാണ് ഈ പറയുന്നത് വായ്ത്തോന്നിവാസം വിളിച്ചു പറയുന്നത്. അപ്പൊ വായ്ത്തോന്നുന്നത് ആരാണ് പറയുന്നത്? വായ്ത്തോന്നിവാസം മൊത്തം വിളിച്ചു പറഞ്ഞിട്ട് ഇത്രയും സ്വന്തമായിട്ട് ട്രോളാനുള്ള അവസരം, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള നെല്ലയും വെള്ളിയും കളയുന്നത് ആരാണ്? ഇയാളല്ലേ പറഞ്ഞത് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്, വർഗീയ പരത്തുന്നത് BJP ആണെന്ന്. എന്നിട്ട് ഇപ്പൊ BJP സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഇയാൾക്ക് ഈ ഭാര്യ ഇത്രമേൽ ഇൻസൾട്ട് ചെയ്യാൻ ഇയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ചില ആളുകളുണ്ട് ഇങ്ങനെ, അതായത് ഭാര്യമാരെ ഭയങ്കര ആദർശം വാക്കുകളിൽ മാത്രം കാണും, പക്ഷെ വീടിനകത്ത് വെറും കൂതറയായിരിക്കും. ഇയാൾ ഇതിനു മുമ്പ് ആനീസ് കിച്ചണിൽ മാത്രമല്ല, ഇതിനു മുമ്പും ഇവർ തമ്മിലുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അവളെ അടിക്കും, ദേഷ്യം വരുമ്പോൾ അടിക്കും, അടിച്ചിട്ട് ഞാൻ സോറി ചോദിക്കും എന്നൊക്കെ ഈ പുള്ളിക്കാരൻ പറയാറുണ്ട്. ഭയങ്കര സംഭവമാണ് ദേഷ്യം വരുമ്പോൾ തല്ലിയിട്ട്. കാര്യം ഭാര്യ എന്ന് പറയുന്ന സാധനം ഒരു പഞ്ചായത്ത് വകയാണല്ലോ. കാര്യം നമ്മളിങ്ങനെ പഞ്ചായത്തിൽ പോകുന്നു, ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, എഴുതി മേടിക്കുന്നു, പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ എന്ന് ചിന്തിക്കുന്ന എത്രയൊക്കെ ആദർശം പറഞ്ഞാലും ഇപ്പൊ ലക്ഷ്മി ഇതിനെതിരായിട്ട് ഒരുപാട് പേരെടുത്തത് ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ട് പുള്ളിക്കാരി എന്നെ ഡിലീറ്റ് ആക്കി അത് ഓടിയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളിക്കാരത്തി എന്താ പറയാ, പുള്ളിക്കാരത്തി ഇയാളെ ഭയങ്കര സ്നേഹമാണ്, കാര്യമാണ്, അതുകൊണ്ടായിരിക്കും ചിലപ്പം അഡ്ജസ്റ്റ്മെന്റ് അല്ല അണ്ടർസ്റ്റാൻഡിങ് ആണ് ജീവിതം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണോ അണ്ടർസ്റ്റാൻഡിങ് എന്തായാലും അല്ലേ, ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണ്. നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. കാര്യം അയാൾ ആ പറയുന്ന സമയത്ത്, ആ പ്രസ്താവന പറയുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ മുഖം ഇങ്ങനെ ഇങ്ങനെ പ്ലിങ് ആയിരിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ കുറേ ആണുങ്ങളുണ്ട് പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കാൻ വേണ്ടി കോപ്രായങ്ങൾ, അതായത് പബ്ലിക്കലി ഭാര്യയെ കെട്ടിപ്പിടിക്കാനും ഉമ്മ 10 ആള് നിൽക്കുമ്പം ഷോ കാണിക്കാനും ഒക്കെ ഭയങ്കര ഇതായിരിക്കും. പക്ഷെ വാ തുറന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ ഇങ്ങനെ മോശം പറയുന്ന കുറെ എണ്ണം കാണും. പിന്നെ ഇത് കെയറിങ് ഏട്ടായിമാരും ഇങ്ങനെയാണ്, ഒരുപാട് കൺട്രോൾ ചെയ്ത് ഒരുപാട് കളിയാക്കിയിട്ട് ഒരുപാട് ഇങ്ങനെ ആക്ഷേപിക്കുകയും തെറിവിളിക്കുകയൊക്കെ ചെയ്തിട്ട് പറയും കെയറിങ് ആണ്, സ്നേഹമാണെന്ന് പറയും. സ്നേഹവും കെയറിങ്ങും അല്ല, തേങ്ങയാണെന്ന് ഞാൻ പറയും. ടോക്സിക്കിന്റെ അങ്ങേ അറ്റമാണ് ഇങ്ങനെയുള്ള ആൾക്കാർ. ഇപ്പൊ നമ്മളെല്ലാവരും കുറ്റമായിട്ട് പറയുന്ന 2 വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ബഷീർ 2 ഭാര്യമാരെ ഒരേ സമയം ഒരു വീട്ടിൽ താമസിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന ബഷീർ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ അയാൾ 2 കെട്ടിയതായിരിക്കും. പക്ഷെ ആ മനുഷ്യരിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ 2 സ്ത്രീകളെ അയാൾ എവിടെയും വിട്ടുകൊടുക്കാറില്ല. ഈ 2 സ്ത്രീകളെയും പബ്ലിക്കിന്റെ മുന്നിൽ രാജ്ഞിമാരെ പോലെയാണ് അയാൾ വെച്ചേക്കുന്നത്. ഈ 2 സ്ത്രീകളെ കുറിച്ച് എവിടെയും ഒരു കുറ്റം ഇതുപോലെ അടുത്തിരുത്തിക്കൊണ്ട് ഊക്കുന്ന തരത്തിലുള്ള വർത്താനമോ കളിയാക്കും, അവരങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുമായിരിക്കും. പക്ഷെ ഇതുപോലെ ഒരു മലയാറല്ല, ഒരു മൈരാറല്ല ബഷീർ. ആ പുള്ളിക്കാരനെ പോലും ആവശ്യമില്ലാതെ ആൾക്കാരെടുത്തിട്ട് അതൊന്നും പറയാറുണ്ട്. പക്ഷെ എന്തായാലും ഇയാളെ അകൽമാരക്കാർ കൂറയല്ല. എന്തുകൊണ്ടും ഇയാളെക്കാളും എത്ര ബെറ്റർ ആണ് ആ പുള്ളിക്കാരൻ. 2 വിവാഹം കഴിച്ചൊന്നല്ലേ ഉള്ളൂ. ഇതുപോലെ സ്ത്രീകളുടെ വില കളയുന്നില്ലല്ലോ. അപ്പൊ ഇതുപോലുള്ള ഇവന്മാരുടെ കൂടെ അഡ്ജസ്റ്റ് ആയിരുന്നാലും എന്ത് തേങ്ങ ആയിരുന്നാലും ജീവിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഇയാളുടെ രാഷ്ട്രീയമല്ല, അയാളുടെ വ്യക്തി ജീവിതമാണ് പറഞ്ഞത്, അയാളുടെ സ്വഭാവമാണ് പറഞ്ഞത്. ഇയാൾ എത്രയൊക്കെ ചിന്തിക്കുന്നില്ല. ഇപ്പൊ ഇത് തിരിച്ച് അയാളുടെ ഭാര്യയാണ് പറഞ്ഞിരുന്നെങ്കിലോ ചിലപ്പോൾ അതൊരു വലിയ അടിയിൽ കലാശിച്ചേനെ, അല്ലെങ്കിൽ ഒരു വലിയ വഴക്കിൽ അത് ഇതായേനെ, ചിലപ്പോൾ ഡിവോഴ്സ് വരെ എത്തിയേനെ. പക്ഷെ അവര് ചിരിച്ചുകൊണ്ടൊരു ബ്ലിങ്ങസ്യ രീതിയിൽ ഇരുന്ന് കേൾക്കുന്നുണ്ട്. ഈ ആള് രാഷ്ട്രീയത്തിലോട്ട് വന്നിട്ട് സ്വന്തമായിട്ടൊരു നിലപാടില്ലാത്ത,
രമേശ് പിഷാരടി പറയും പോലെ ഇന്ന് പറയുന്ന അഭിപ്രായം 4 ദിവസം കഴിയുമ്പോൾ മാറ്റി പറയുന്ന, ഒരു പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ട് അതിൽ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പിന്നെ ഒരു ഷോയിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് അതിനെ കുറ്റം പറഞ്ഞിട്ട് അതേ ഷോയിൽ തന്നെ പോയി ഒരു നാണോ ഇല്ലാതെ പങ്കെടുക്കുന്ന, പറയുന്ന വാക്കിന് വിലയില്ലാത്ത ഇതുപോലൊരാള് നമ്മുടെ നാട്ടിൽ ഒരു MP ആയിട്ടോ MLA ആയിട്ടോ വന്നാൽ നമുക്ക് എന്ത് തൊഴിക്കാനാണല്ലേ? ആദ്യം സ്വന്തം കുടുംബം നോക്കണം, സ്വന്തം സ്ത്രീയെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. സ്വന്തം ഭാര്യനെ റെസ്പെക്ട് ചെയ്യാത്ത ഒരാൾ ബാക്കിയുള്ള സ്ത്രീകൾക്ക് എന്ത് റെസ്പെക്റ്റാണ് അവ കൊടുക്കാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കും. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. സ്വന്തം ഭാര്യയ്ക്ക് മക്കളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അകൽമാരാറ് മക്കളെ കെട്ടിപ്പിടിച്ച് മറിയുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇതിൽ വന്ന് ബിഗ് ബോസിൽ വന്ന് നമ്മൾ അതിൻ്റെ പലതരത്തിലുള്ള കട്ടിങ്ങും എഡിറ്റിങ്ങും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്, ശരിയാണ്. പക്ഷെ ആ മക്കൾക്ക് നല്ല അച്ഛനായിരുന്നാൽ മാത്രം മതിയോ? മക്കൾക്ക് നല്ല അച്ഛനായിട്ടിരുന്ന, ഭാര്യയ്ക്ക് നല്ല ഭർത്താവായിട്ടിരിക്കണ്ടേ? ഈ ചില ആണുങ്ങൾക്കുണ്ട്, അതായത് ഭാര്യ പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാര്യ പറയുന്നതിന് സപ്പോർട്ടീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആണത്തം നഷ്ടമായി പോകുമെന്ന് വിചാരിക്കുന്ന ഒരു ബൂർഷ്വാസിയായിട്ട് ഞാൻ ഇയാളെ കണ്ടിട്ടോ. ശരിക്കും ഇയാൾ എത്രയൊക്കെ നല്ല ഭർത്താവാണെന്ന് പറഞ്ഞ് ഇയാൾ വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും ഇയാളിൽ എവിടെയോ ഒരു ഫ്യൂഡൽ മൂരാച്ചി ഒളിച്ചിരിപ്പുണ്ട്. ശരിക്കും ഇയാളൊരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇയാൾ അങ്ങനെയാണ്. അങ്ങനെയുള്ളവര് ഇതുപോലെയുള്ള ഇൻസൾട്ടൊക്കെ ചെയ്തിട്ട് ഒരു ഉളുപ്പുമില്ല സോറി പറയും. അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറ്റിപ്പോയതാണ് എന്നൊക്കെ പറയും. അപ്പം തലയിടിച്ച് പൊട്ടിച്ചിട്ട് തല പൊട്ടി ചത്തുപോയിട്ട് ഡെഡ് ബോഡിയുടെ അടുത്ത് വന്നിട്ട് സോറി അപ്പോഴത്തെ ദേഷ്യത്തിന് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പൊ സ്വന്തം ഭാര്യയെ പബ്ലിക്കിൽ കൊണ്ട് ഇൻസൾട്ട് ചെയ്യുന്ന ഇയാള് എങ്ങനെ നാടിനെ സേവ് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവനൊക്കെ MP ആയിട്ടോ MLA ആയിട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? എല്ലാ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യണമെന്ന് ഞാൻ പറയൂല. ഇപ്പൊ ഇയാൾ തന്നെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാ സ്ത്രീകളെയും റെസ്പെക്ട് ചെയ്യൂല. കാരണം ഏതോ വേറെ 2-3 സ്ത്രീകളുടെ പേര്, ജോളിയും കഷായം ഗ്രീഷ്മയൊക്കെ സ്ത്രീകളാണ്, അവരെയൊന്നും ഞാൻ റെസ്പെക്ട് ചെയ്യില്ല. അവരെയൊന്നും റെസ്പെക്ട് ചെയ്യേണ്ടോ ആദ്യം സ്വന്തം ഭാര്യയെ ഒന്ന് റെസ്പെക്ട് ചെയ്യും. കഷായം ഗ്രീഷ്മയെയും ജോളിയും ഒന്നും റെസ്പെക്ട് ചെയ്യേണ്ട. ഇതുപോലെ സ്വന്തം ഭാര്യയെ കൊണ്ടിട്ടൊന്ന് ഇൻസൾട്ട് ചെയ്യാതിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതിനെക്കുറിച്ച് പിന്നെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇടുന്ന ഒരു ലേഡി, അവർ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതും കൂടെ കേട്ടിട്ട് ബാക്കി പറയാം. സ്ത്രീകളായാൽ ഇങ്ങനെ വേണം. നമ്മുടെ അഖിൽമാരാരുടെ വൈഫ് രാജലക്ഷ്മി, നമ്മുടെ സോക്കോൾഡ് കുലസ്ത്രീ ആനി ജോബിയുടെ പ്രോഗ്രാമില് തനിക്ക് വേണ്ട രീതിയിലുള്ള റെസ്പെക്ട് അഖിൽമാരാർ തന്നില്ല എന്നുള്ളതിന്റെ പേരിൽ കുറെ ക്രിയേറ്റേഴ്സ് അഖിൽമാരാറിനെതിരായി വീഡിയോ ചെയ്തു. തന്റെ ഭർത്താവിന് പറഞ്ഞതിനെതിരായി അപ്പൊ തന്നെ വിത്ത് എവിഡൻസ് സോഷ്യൽ മീഡിയയിൽ രാജലക്ഷ്മി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. മാത്രമല്ല അതിന് അടിക്കുറിപ്പുണ്ട്. അങ്ങനെ വേണം പെണ്ണുങ്ങളായ. ഭർത്താവിനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിയാക്ട് ചെയ്യണം. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, രാജലക്ഷ്മി, നിങ്ങളുടെ ഭർത്താവിന്റെ അന്തസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഒരു സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ നാണം കെടുമ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ അന്തസ്സുകേടിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ബോധ്യവുമില്ല. വീടിനകത്തെ രഹസ്യ ക്യാമറയിൽ പൂത്തുലഞ്ഞ സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ്. സ്വന്തം ആത്മാഭിമാനം പണയം വെച്ച് എന്താ പറയുക, പൈസ കൊടുത്ത് വാങ്ങിയ ഒരു ഡോള് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കുന്ന ഒരു പാവയെ പോലെ. എന്റെ അണ്ണൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് അഭിമാനം കൊണ്ട് സഹിക്കാൻ വയ്യ. അണ്ണൻ ഭാര്യയെ റെസ്പെക്ട് ചെയ്യൂല, നാട് നന്നാക്കി ഇറങ്ങിയിരിക്കുക. വീഡിയോയുടെ അടിയിൽ തന്നെ ഒരു കമന്റ് കണ്ടു. അഖിൽമാരാർ ഇതിനു മുമ്പ് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവളെ അടിക്കും, അടിച്ചതിന് ശേഷം എന്റെ ദേഷ്യം ശമിക്കുമ്പോൾ ഞാൻ അവളോട് സോറി പറയുമെന്നൊക്കെ. ഈ അപമാനിച്ച ശേഷം അതെ തല്ലിക്കൊന്നിട്ട് സോറി പറഞ്ഞാൽ പിന്നെ എല്ലാം ആയല്ലോ. സ്നേഹമൊന്നുമല്ല, മറിച്ച് അതൊരു തരം മാനസിക ആധിപത്യം തന്നെയാണ്. പങ്കാളിയെ പരിഹസിക്കുന്നത് ഒരു റോ ആയിട്ടുള്ള മനുഷ്യന്റെ സ്വഭാവം. ഈ മാനസിക ആധിപത്യം എന്ന് പറഞ്ഞൊരു സാധനം നമുക്കത് ഭയങ്കര പ്രശ്നമാണത്. അതായത് ഇതെല്ലാം നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ, ഞാൻ നിന്നോടുള്ള സ്നേഹം, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്റെ അടുത്തുള്ള പ്രേമം മൂത്തിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ എനിക്ക് നിന്നോടുള്ള സ്നേഹമാണ്, കെയറിങ് ആണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് മാനസിക ആധിപത്യം ഇങ്ങനെ സ്ഥാപിക്കുന്നവർ തന്നെ നാർസിസ്റ്റുകളാണ്. കാണുന്നതൊക്കെ തെറ്റായ കീഴ്വഴക്കമാണ്. ഇതൊക്കെ കണ്ടുപഠിക്കുന്ന അടുത്ത തലമുറയ്ക്ക് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ്? ഭർത്താവ് എത്ര അപമാനിച്ചാലും സഹിക്കണം, അതിനെ സ്നേഹമായി കാണണം എന്നൊക്കെയാണ്. അയ്യോ, അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതായത് കാൽക്കീഴിൽ മറ്റേ വേഷം, സിനിമയ്ക്കകത്ത് മോഹിനി ചെയ്ത വേഷം പോലെ ഭർത്താവിന്റെ കാൽക്കീഴിലാണ് ഭാര്യയുടെ സ്വർഗം എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന, മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന ഇതുപോലുള്ള രാജലക്ഷ്മിമാർ ഒത്തിരി ഉണ്ട് നമ്മുടെ കേരളത്തിൽ. രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവിടെ പരസ്പര ബഹുമാനം എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ. സ്വന്തം ഭാര്യയെ പൊതുജന മധ്യത്തിൽ അയാളുടെ സ്ത്രീവിരുദ്ധതയും ആധിപത്യ മനോഭാവവും ഒക്കെയാണ് പുറത്തു കൊണ്ടുവന്ന് കാണിക്കുന്നത്. പങ്കാളിയെ അതിനെ സ്നേഹമായി കാണണം എന്നൊക്കെയാണ്. രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവിടെ പരസ്പര ബഹുമാനം എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ. സ്വന്തം ഭാര്യയെ പൊതുജന മധ്യത്തിൽ, അത് പണ്ടേ ഉണ്ടല്ലോ, ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അതിപ്പം രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ മാത്രമല്ല, അത് ആർക്കായിരുന്നാലും നമ്മൾ ബഹുമാനം നമുക്ക് ഇങ്ങോട്ട് കിട്ടിയാൽ തിരിച്ചു കൊടുക്കാൻ പറ്റും. ഒന്നിനും കൊള്ളാത്തവളെന്ന രീതിയിലോ അവരുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വിലയില്ലാത്ത രീതിയിലോ ചിത്രീകരിക്കുന്നത് തമാശയായിട്ടൊന്നും കാണാൻ സാധിക്കുകയില്ല. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ സ്വന്തം കുടുംബത്തിലുള്ളവരെ പൊതുസമൂഹത്തിൽ വെച്ച് ട്രീറ്റ് ചെയ്യുന്ന ആള് അയാളുടെ സ്ത്രീവിരുദ്ധതയും ആധിപത്യ മനോഭാവവും ഒക്കെയാണ് പുറത്തു കൊണ്ടുവന്ന് കാണിക്കുന്നത്. പങ്കാളിയെ താഴ്ത്തിക്കെട്ടി സ്വയം വലുതാക്കാൻ ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ മാനസികമായി എത്രത്തോളം ദരിദ്രനാണെന്ന് സ്വയം തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും വേറൊരു കാര്യം എന്ന് പറയുന്നത്, രാഷ്ട്രീയത്തിലായാലും പൊതുരംഗത്തായാലും ഒരാൾ ജനപ്രതിനിധിയാകുന്നത് ജനങ്ങളെ നയിക്കാനാണ്. തന്നോട് കൂടെയുള്ളവരോട് പൊതുമധ്യത്തിൽ തുല്യതയോടെ പെരുമാറാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ അവരെ തുല്യരായി കാണാനോ കഴിയുന്നത്? അതെ, അതാണ് ഞാൻ ചോദിച്ചത്. സ്വന്തം ഭാര്യ റെസ്പെക്ട് ചെയ്യാത്ത ഒരുത്തൻ എങ്ങനെയാണ് നാട്ടിൽ കിടക്കുന്ന ബാക്കിയുള്ള സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്നത്?
പങ്കാളിയെ ഒരു വസ്തുവായി കാണുന്ന അവരുടെ വ്യക്തിത്വത്തെ മാനിക്കാത്ത ഇത്തരം മനോഭാവമുള്ളവർ സമൂഹത്തിന് മാതൃകയാവേണ്ടവരല്ല. ഒരു രാഷ്ട്രീയക്കാരനാകാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന അഖിൽമാരാർക്ക് സ്വന്തം പങ്കാളിക്ക് വേണ്ട റെസ്പെക്ട് കൊടുക്കാനുള്ള മാന്യത പോലും കാണിക്കാൻ അറിയില്ല. അങ്ങനെ ഒരാള് ഒരു സാധാരണക്കാരന്റെ ശബ്ദത്തെ എങ്ങനെ മാനിക്കുമെന്ന് മനസ്സിലാവുന്നില്ല. തന്നെ ഏറ്റവും അടുത്ത വ്യക്തിയെ പോലും അടക്കി ഭരിക്കാനും പരിഹസിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരാൾ അധികാരത്തിൽ വന്നാൽ അത് ഏകാധിപത്യത്തിലേക്കൊക്കെ വഴിമാറും. അതെ അതെ അതെ, കാരണം പറഞ്ഞ വാക്കിന് പോലും വിലയില്ല. BJP കുറ്റം പറഞ്ഞുകൊണ്ട് BJPയുടെ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്ന ഇയാളെ പിന്നെ നമ്മൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയണോ? വിജയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അല്ലാതെ എനിക്ക് തോന്നിയത് ഞാൻ പറയുമെന്ന രാഷ്ട്രീയത്തിൽ നിന്നല്ല. അഖിൽമാരാരുടെ വൈഫിന് കേരളത്തിലുള്ള സകലമാന ജനങ്ങൾ ഒരുപോലെ ഊക്കി ഊഞ്ഞാലാട്ടുന്ന ഒരു സാധനമാണ് അഖിൽമാരാർ. സിമ്പതി വേണ്ടായിരിക്കും. പക്ഷെ നിങ്ങളെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവും സമൂഹത്തിൽ. അപമാനിക്കപ്പെടുന്നത് ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നതും അതിനെ ന്യായീകരിക്കുന്നതും സ്ത്രീത്വത്തിന് തന്നെ അപമാനമായ ഒരു കാര്യമാണ്. സ്വയം ബഹുമാനിക്കാൻ പഠിക്കാത്ത ഒരാളെ സഹായിക്കാൻ ലോകത്ത് ആർക്കും കഴിയില്ല. അവസാനമായ ഒരു കാര്യം, അഭിപ്രായം പറയുന്നവരെ പരിഹസിക്കുന്നതിന് മുമ്പ് ആലോചിക്കുക. നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഒരു മാതൃകാപരമായ ജീവിതമൊന്നുമല്ല, അത് തെറ്റായ ഒരു വ്യവസ്ഥിതിയെ വെള്ളപൂശിക മാത്രമാണ്. ആത്മാഭിമാനമുള്ള അതിപ്പോ സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെയുള്ള ഒരു ജനതയ്ക്ക് തന്റെ പങ്കാളിയെ ബഹുമാനിക്കാൻ അറിയാത്ത ഒരാളെ ജനപ്രതിനിധിയായി കാണാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, പണ്ട് ആരുടെയൊക്കെയോ എന്തിന്റെയൊക്കെയോ ഡെമോ കാണിച്ചു തരണമെന്ന് പറയുന്നതിന്റെ അത്രയൊന്നും എന്നോട് എന്റെ പാർട്ണർ ചെയ്യുന്നില്ലല്ലോ. അതൊരു നല്ല കാര്യമാണ്, അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഈ ഡെമോ കാണിച്ചു തരണമെന്ന് പറഞ്ഞ കാര്യം മറ്റേ വാനിനകത്തിട്ട് നടിയെ പീഡിപ്പിച്ചു എന്നാണ് ഞാൻ കരുതിയത്, നടിയെ ആക്രമിച്ചു എന്നാണ് ഞാൻ കരുതിയത്. കാറിനകത്തിട്ട് എങ്ങനെ പീഡനം നടക്കുമെന്ന് ചോദിച്ചാൽ മണ്ടനാണ് ഈ അഖിൽമാരാർ. അപ്പൊ ഇയാളുടെ ഭാഗത്ത് നിന്ന് ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ഇങ്ങനെയുള്ളവന്മാരും ജയിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇതുപോലെ ഭാര്യയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച് ഭാര്യ ഇങ്ങനെ പൊതുമധ്യത്തിൽ കൊണ്ടിട്ട് ഇൻസൾട്ട് ചെയ്ത് അത് അവർക്കത് ബാധിക്കൂല. എൻ്റെ അടുത്തിരിക്കുന്നത് ഒരു കല്ലാണ്, ആ കല്ലിന് ഇതൊന്നും ബാധിക്കൂല എന്നുള്ള രീതിയിൽ, എന്നിട്ട് വീട്ടിൽ വെച്ച് നല്ല രീതിയിൽ റീലെടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് മാതൃകാ ദമ്പതികളായിട്ട് കളിക്കുന്ന ഇവരെ തലയിൽ കയറ്റി വെക്കാനും ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം. ഈ രാജലക്ഷ്മി പോലുള്ള സ്ത്രീകളെ ഒരിക്കലും ആരും അനുകരിക്കരുത്. കാരണം സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത ആൾക്കാരെ നമ്മൾ അവരെ അനുകരിക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത കേവലം ഭാരം ചുമക്കുന്ന അല്ലെങ്കിൽ ആക്ഷേപങ്ങളും പിന്നെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും മാത്രം കേട്ട് ജീവിക്കുന്ന വെറും ഒരു എന്താ പറയുക, കീ കൊടുക്കുമ്പോൾ ചലിപ്പിക്കുന്ന വെറും പാവം മാത്രമായിട്ട് മാറും നമ്മുടെ ജീവിതം. അപ്പോൾ ഇതുപോലുള്ള അവന്മാരെയൊക്കെ ജയിപ്പിക്കണോ വേണ്ടോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കണം. അന്തസ്സും അഭിമാനവും ഉള്ള സ്ത്രീകൾ ആരും ഇയാൾക്ക് വോട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇയാളുടെ ഒരു രാഷ്ട്രീയമല്ല, ജീവിതമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇയാൾക്ക് വോട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല സംസാരിച്ചത്. ഞാൻ സംസാരിച്ചത് പൊതുജന മധ്യത്തിൽ സ്വന്തം ഭാര്യയെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരുത്തൻ എങ്ങനെ നമ്മളെ ഭരിച്ച് നന്നാക്കും എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.